ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു എ-ലൈൻ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കട്ടിങ് വീഡിയോ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ലോത്ത് ഇതേപോലെ ലൈനിങ് ക്ലോത്ത് ആണ് ഇട്ടേക്കുന്നത്. അത് 4ആയിട്ട് ഞാൻ മടക്കി ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്കതിൻ്റെ അളവുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിനുശേഷം അത് താഴോട്ട് മാറ്റി ഒന്നുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 6 ഇഞ്ച് തന്നെ താഴോട്ട് നമുക്ക് അതേപോലെ തന്നെ ഒന്നുകൂടെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ കൈക്കുഴി അത് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിവിടെ 7 ഇഞ്ചാണ് വരുന്നത്. അത് അതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതും മറു സൈഡിലേക്ക് മാറ്റി ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് വരച്ചെടുക്കാം. ഒരു സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ഇവിടെ എത്രയാണോ അളവ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ അളവുടുപ്പിൽ നിന്നുള്ള അളവാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളും അതേപോലെ നിങ്ങളുടെ അളവ് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ചെസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ചെസ്റ്റ് അളവ് 10.75 വരുന്നത്. ഈ 10.75 ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആം ഹോള് 7 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിൻ്റെ പകുതി നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 3.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം മുകളിൽ ഒരു 1/2 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് കർവായിട്ട് ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ചെടുക്കാം. കൈകൊണ്ടും വരയ്ക്കാം. അപ്പോൾ ഇതേപോലെ കർവ് ചെയ്തെടുത്തു. ഇനി ഇത് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കണം. നമുക്ക് ആ 1/2 ഇഞ്ച് എടുത്തൊന്ന് ചെസ്റ്റ് അടയാളപ്പെടുത്തിയിടം വരെ 10 ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 10 കിട്ടിയിരിക്കുന്നത്. ആം റൗണ്ട് നമുക്ക് ഇവിടെ വേണ്ടുന്നത് 10. അപ്പോൾ അത് അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് എടുക്കാം. ഷേപ്പിൻ്റെ ആ ഒരു അളവെടുക്കണം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വന്നേക്കുന്നത് എത്രയാണ്, ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള ലെങ്താണാ നോക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടിയേക്കുന്നത് 14.5 വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 15 അടയാളപ്പെടുത്തി കൊടുക്കാം. മറു സൈഡിലേക്ക് അതേപോലെ 15 അടയാളപ്പെടുത്തി കൊടുത്തു. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് പോകും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടുത്തെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്, ഷേപ്പിൻ്റെ അവിടുത്തെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പുകളും കൊടുക്കണം. 2 ഇഞ്ച് വീതം ഞാൻ ചെസ്റ്റിൻ്റെ അവിടെയും കൊടുത്തു, ആം ഹോളിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അവിടെയും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് നമ്മൾ വരച്ചെടുത്തു. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നമ്മളൊരു 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് പിന്ന് വെച്ച് കുത്തി വയ്ക്കുകയാണേ, കറക്റ്റായിട്ടൊന്ന് മാറിപ്പോകാതിരിക്കാൻ. അതിനുശേഷം താഴെ നിന്ന് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം ശരിക്ക് താഴോട്ട് ഇതേപോലെ തൂങ്ങി വരുന്നത് പോലെ ഉള്ള ഇത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഒരു കർവായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഇത് ഏറ്റവും അടിഭാഗത്താണിത്. 2 ഇഞ്ച് കൊടുക്കാം, 3 കൊടുക്കാം. എത്രയാണോ ഒരുപാട് തൂങ്ങി വരുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-3.5 ഇഞ്ചൊക്കെ അവിടെ നിന്ന് ഒരു കർവായിട്ട് കൊടുത്ത് കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഏറ്റവും അടിഭാഗത്തേക്ക് ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിലൊന്ന് വരച്ചു കൊടുക്കണം. കണ്ടില്ലേ? ഇത് ലൈനിങ് തുണി 4ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഇനി ഈ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ തുണിയുമായിട്ട് ഇതൊന്ന് ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണം. മെയിൻ തുണിയിൽ 2ആയിട്ടാണ് മെയിൻ തുണി ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇറക്കം എത്ര വേണോ അതെടുക്കുക. ഇതൊരു നെറ്റ് ക്ലോത്ത് ആണേ. അപ്പം മെയിൻ തുണിയുടെ ഇറക്കം ഇതിലൊരു 50 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അപ്പം ഇത് എത്രയാണോ നമ്മുടെ ഇറക്കം വേണ്ടുന്നത് അത്രയും ഇറക്കം എടുക്കുക, അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് തുണി അതിൻ്റെ മുകളിലേക്ക് വെക്കാൻ. മുകളിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന്
കട്ട് ചെയ്തെടുക്കണം. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് തുണിയിൽ ലെങ്ത് കുറവാണ്. അതിനകത്ത് ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് അടിഭാഗത്ത് കുറച്ച് ഇതുകൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. നെറ്റ് തുണി ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് തീരെ കുറവാകുമ്പോഴത്തേനും അതൊരു അടിഭാഗത്ത് കറക്റ്റായിട്ട് നെഴൽ കാണും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇത്രയും കിട്ടിയുള്ളൂ നെറ്റിൻ്റെത്, ലൈനിങ്ങിൻ്റെത്. ഇനി ഇതേപോലെ വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റാക്കി ലെവലാക്കി വെക്കണം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസിന്റെ അടിഭാഗത്ത് നമുക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ജോയിന്റ് കൂടെ കൊടുക്കാം, ഏറ്റവും ആ അടിഭാഗത്തായിട്ട്. അപ്പൊ എൻ്റെ അളവുടുപ്പിൽ ഇതേപോലെ കുറച്ചുകൂടെ വീതി വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒട്ടും നീങ്ങി പോവാതെ കറക്റ്റായിട്ട് പിന്ന് കുത്തി വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണം. അതേപോലെ കമൻ്റ് ഇടണം. അപ്പം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഒരു ക്ലോത്ത് കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് അങ്ങനെ 2 പീസാണ് വരേണ്ടത്. ഇതിൽ ഒരു 2ആയിട്ട് മാത്രമാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പം വേറൊരു പീസ് കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അതിനായിട്ട് ആ ക്ലോത്ത് എടുക്കാം. അതിനുശേഷം അത് കറക്റ്റ് 2ആയിട്ട് തന്നെ മടക്കിയിടുക. ഇതേപോലെ കറക്റ്റ് 2ആയിട്ട് അങ്ങ് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ വർക്കൊക്കെ വരുന്നത് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് വേണം നമ്മളത് മടക്കിയിടാൻ. അതിനുശേഷം അടിഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മറ്റേതുപോലെ തന്നെ കറക്റ്റ് വെട്ടിയെടുത്തു. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ നെക്ക് അടയാളപ്പെടുത്തില്ലല്ലോ. ഇതിൽ നെക്കിൻ്റെ വിട്ട് വരുന്നത് 3 ഇഞ്ചാണ്. ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്കിൻ്റെ രണ്ടിൻ്റെ ഇറക്കം 6.25 വരുന്നത്. അത് അപ്പം ഞാൻ ഇത് അടയാളപ്പെടുത്തി കൊടുത്തു. 3 ഇഞ്ച് വിട്ടും 6.25 ഇഞ്ച് ലെങ്തും അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി വരച്ചു. എന്നിട്ട് കട്ട് ചെയ്യുന്നു. 3 ഇഞ്ചാണ് വേണ്ടത്. അതിന് ഞാൻ ഇവിടെ 3 2.25 കൊടുത്തേക്കുന്നത്. കാരണം അടിച്ച് മറിച്ച് വരുമ്പോൾ വൈഡായി 3 ആവും. ക്യാൻവാസ് ഒട്ടിച്ചല്ല ഇത് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് വരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ തന്നെ നമുക്ക് മറ്റേ പീസിലും കട്ട് ചെയ്തെടുക്കണം. ബാക്കും ഫ്രണ്ടും വേണ്ടേ? ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ പിന്നൊക്കെ അങ്ങ് ഊരിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് നിവർത്തി നോക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി മറ്റേ പീസ് ഇതുപോലെ എടുത്തു. അതിനുശേഷം അത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തെടുത്തില്ലേ, ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുത്തില്ലേ,
ആ ഭാഗം ഇതേപോലെ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ് വരുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് അത് തന്നെ വെച്ച് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. കണ്ടില്ലേ? ഇതേപോലെയാണ് നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്തെടുത്തത്. അടുത്ത പീസിന്റെ നെക്ക് കട്ട് ചെയ്തത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ സ്ലീവ് നമുക്ക് ജോയിന്റ് ആണ് വരുന്നത്. നടുക്ക് ഭാഗത്ത് നമുക്ക് അതുപോലെ ജോയിന്റ് വരും. അപ്പൊ അതിനായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുക. ലൈനിങ് വെക്കുന്നില്ലേ? കൈക്ക് നമുക്ക് ലൈനിങ് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ ലൈനിങ് വെക്കുന്നില്ല. അതിനുശേഷം ഇതുണ്ടല്ലേ, അവിടെ പീസ് 2 പീസാണത്. അപ്പൊ കറക്റ്റ് ആ മധ്യഭാഗത്തായിട്ട് നമുക്ക് ജോയിന്റ് വരും. അതിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടു. ഒരേപോലെ മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമുക്കിനി അളവുകൾ കൊടുക്കാം. താഴെ നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ 14 ഇഞ്ചാണ് വേണ്ടത്. 14 ആകുമ്പോൾ അതിൻ്റെ അര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്ത് 14.5 എടുക്കണം. അതിന് 10 വേണ്ടെങ്കിൽ 10ൻ്റെ കൂടെ മുകൾ ഷോൾഡർ ജോയിന്റിന് അര ഇഞ്ച് കൊടുക്കണം. താഴെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത് അതും കൊടുക്കണം. അതേപോലെ മറു സൈഡിലോട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം ഇതേപോലെ കർവായിട്ട് വരച്ചെടുക്കുക. സ്ലീവ് ഒക്കെ മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു 3 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തി. അതിലേക്ക് ഇതുപോലെ കർവായിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ റൗണ്ട് എത്ര വേണോ, അടിഭാഗത്ത് വരുന്ന ആ റൗണ്ട് ഇല്ലേ, സ്ലീവ് റൗണ്ട്, അത് എത്ര വേണോ അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ജോയിന്റ് വരുന്നതുകൊണ്ടാണ് അവിടെ ഒരു അര ഇഞ്ച് അങ്ങോട്ട് മാറ്റി അടയാളപ്പെടുത്തിയത്. ജോയിന്റിന് അര ഇഞ്ച് പോകും അതുകൊണ്ട്. എന്നിട്ട് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കണം. ആം റൗണ്ട് നമുക്ക് 10 വേണ്ടത്. ആ 10 അവിടെ വരുന്നുണ്ടോ എന്ന് അതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് ഒരു പീസാണ് എടുത്തേക്കുന്നത്. 2 സ്ലീവും കൂടെ വെച്ചല്ല കട്ട് ചെയ്തത്. ഒരു സ്ലീവിനുള്ളത് മാത്രമാണ് ഈ കട്ട് ചെയ്യുന്നത്. കാരണം ജോയിന്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട്. ഇനി ഈ കട്ട് ചെയ്യുന്നത് വെച്ചിട്ട് വേണം നമ്മൾ മറ്റേ പീസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ജോയിന്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ഇതിലാണ് ഞാൻ ഇടുന്നത്. ഇത് കട്ടിങ് മാത്രമാണുള്ളത്. ഇപ്പൊ കണ്ടില്ലേ? ഇതേപോലെ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ മെയിൻ തുണി എടുക്കുന്നു. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തത് വെക്കുന്നു. ഓക്കെ.